ഹലോ. അപ്പോൾ ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. അങ്ങ് ദൂരെ ദൂരെ ഒരു യാത്രയാണ് കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ. ഉമ്മയുടെ അക്കാടെ വീട്ടിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വെളുപ്പിന് 5 മണിക്കാണ് കേട്ടോ തിരിച്ചത്. അപ്പോൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചതാണേ. ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് കാസർഗോഡാണ് കേട്ടോ. അപ്പോൾ ഇവള് നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളാളം പള്ളിയിൽ. അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണേ. അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് കളിച്ച് മടുത്തപ്പോൾ ബാക്കിൽ വന്ന് കിടന്ന് കുത്തി മറിയുകയാണ് കേട്ടോ. ഞങ്ങൾ ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. ഉമ്മയുടെ പുറത്ത് എൻ്റെ പുറത്തൊക്കെ കിടന്ന് കുത്തി മറിയുമായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ പിന്നെ മാഹി ചെന്നിട്ടാണ് കേട്ടോ റൂം എടുത്തത്. ഇത് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂം എടുത്തതിൻ്റെ ബാക്കിൽ കായലായിരുന്നു. അവിടെ നല്ല രസമായിരുന്നു. റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു, വൃത്തിയുള്ള റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് 8 മണിയായപ്പോൾ തിരിച്ച് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഇനിയും പോവാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് വാപ്പായുടെ റൂമിൽ ചെന്ന് കിടന്ന് ബഹളമായിരുന്നു. വാപ്പ എന്ന് വിളിച്ച്. അങ്ങനെ വാപ്പ ഒരുങ്ങി ഇറങ്ങി വന്ന് അവളെ എടുത്തുകൊണ്ട് താഴോട്ട് പോയി. ഞങ്ങൾ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ബേഗൽ ഫോർട്ടിൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് 6 മണിയായി. അപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയപ്പം അവിടെ അടച്ചു കേട്ടോ. 6 മണി വരെ കയറ്റ അനുവാദമുള്ളൂ. 6 മണി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയ പോക്കി തന്നെ തിരിച്ചിറങ്ങേണ്ടി വന്നു കേട്ടോ. അകത്തൊന്നും കയറാൻ പറ്റിയില്ല. അതും മാത്രമല്ല അത്തുമോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദൂരം വരെ യാത്ര ചെയ്യുന്നത്. അവളെ ഫസ്റ്റ് ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് അവളെ ഇത്രയും ദൂരം ഞങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ. തിരുവനന്തപുരം കൊല്ലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലാതെ ഇത്രയും ദൂരം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അതിൻ്റേതായ എല്ലാ സന്തോഷവും ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. വാവയ്ക്കും യാത്ര ചെയ്യാൻ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ പിന്നെ സ്ഥലം കാലിയാക്കി കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് നേരെ പിന്നെ വാപ്പയാണ് കേട്ടോ വണ്ടി ഓട്ടിച്ചത്. ഞങ്ങൾ പോയ 4 ദിവസത്തെ യാത്രയായിരുന്നു കേട്ടോ. ഇങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ രാത്രിയായി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി MRA റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അവിടുത്തെ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ മഴ പെയ്യും പോലെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ അവിടെ മഴ പെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അവൾ അവിടേക്ക് ആണെങ്കിൽ അവളെ കൈയൊക്കെ അവിടെ കൊണ്ടുവച്ച് നനപ്പിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവളവിടെ ബേബി സീറ്റിലൊക്കെ ഇരിക്കും കേട്ടോ. ബേബി സീറ്റിൽ ഇരിക്കുമ്പോൾ ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ പിന്നെ റൂം എടുത്തിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചത്. ഈ റെസ്റ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് അത്ര ശരിയല്ലല്ലോ. ഒറ്റ ട്രിപ്പ് ഇരുന്ന് യാത്ര ചെയ്താൽ തന്നെ നമ്മൾ കാലൊക്കെ അങ്ങ് നീരാകും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ റെസ്റ്റ് എടുത്ത് റൂമൊക്കെ എടുത്ത് കിടന്നൊക്കെയാണ് കേട്ടോ പോയത്.
അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ സ്ഥലം വിട്ടു. പിന്നെ പിന്നെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. പിന്നെ എവിടെയും നിർത്താൻ നിന്നില്ല. അങ്ങനെ രാത്രി വീട്ടിൽ എത്തിയപ്പം തന്നെ രാത്രി 3 മണിയോളം അടുപ്പിച്ചായി, 2 മണി അടുപ്പിച്ചായി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.